ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മളെ ഫാമിലിയുടെ കൂടെയായിട്ട് ട്രാവൽ ചെയ്യുന്നത്. പഴനിക്ക് പോവാണ് ഞങ്ങൾ. അപ്പോൾ പഴനിക്ക് പോകാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞ വർഷം ഡെങ്കു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെങ്കു വന്നപ്പം ഇച്ചിരി സീനായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അമ്മ നേർന്നിട്ടുണ്ടായിരുന്നു, പഴനിയിൽ പോയേക്കാം, വേളാങ്കണ്ണി പോയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വേളാങ്കണ്ണിയിൽ ഒരു ദിവസം പോകണം. ഇപ്പം ഞങ്ങൾ പഴനിക്ക് പോവാണ്. അപ്പോൾ പഴനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ സ്ലീപ്പറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നൈറ്റ് കയറി, ഇനിയിപ്പോൾ വെളുപ്പിന് അവിടെ എത്തും. അപ്പം നൈറ്റ് ഫുൾ ട്രെയിനിൽ സ്പെൻഡ് ചെയ്യാമല്ലോ, സമയം കളയാതെ. അതാകുമ്പോൾ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും നെക്സ്റ്റ് ഡേ മോർണിംഗ് പഴനി എത്തും. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. അങ്ങനെ ഞങ്ങൾ പഴനി സ്റ്റേഷനിലെത്തി. ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി, പല്ലൊക്കെ തേച്ച് അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. ആദ്യം ഒരു ചായ കുടിച്ച് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ. കാരണം ട്രാവൽ ചെയ്തിട്ട് ഉറക്കമായിരുന്നെങ്കിലും നമുക്കൊരു ക്ഷീണം ഉണ്ടായിരുന്നു. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഇനി ഇവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒന്ന് റൂമിൽ പോയി ഫ്രഷപ്പൊക്കെ ആയിട്ട് മല കയറാനാണ് ഞങ്ങളുടെ പ്ലാൻ. പോയിക്കൊണ്ടിരിക്കുന്നത് റൂമിലേക്കാണ് കേട്ടോ. അങ്ങനെ ഒരു റൂം കിട്ടി. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് സാധനം, എന്നാലൊരു റൂം എടുത്ത്, ഒരു ചെറിയ റൂമായിരുന്നു, ഒരു കുട്ടി റൂം. ഞങ്ങൾ 4 പേർക്ക് കഷ്ടി ഇങ്ങനെ നിൽക്കാൻ പറ്റും. പക്ഷേ നമ്മൾ അതിൽ നേരം സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ റൂമിൽ തന്നെ എടുത്തു. വേഗം ഒന്ന് ഫ്രഷപ്പായി മല കയറാനുള്ള പ്ലാനിലായിരുന്നു. ഇത് കണ്ടു ഗൈസ്, നമ്മൾ ആ കാണുന്ന മലയുടെ മുകളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ടൈം വേസ്റ്റ് ആക്കാണ്ട് ഞങ്ങൾ വേഗം റെഡിയായി. കാരണം വെയിൽ വരുന്നതിന് മുന്നേ മല കയറി കഴിഞ്ഞാൽ അത്രയും ക്ഷീണം ഉണ്ടാവില്ലല്ലോ. അപ്പം നേരത്തെ ഇറങ്ങാമെന്ന് വെച്ചു. അത്രയും ലേറ്റ് ആയിരുന്നില്ല കേട്ടോ, വേഗം കയറി വേഗം ഇറങ്ങാൻ പറ്റി. എന്നിട്ട് ഞങ്ങൾ ഫുഡ് പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ റൂമിൽ നിന്ന് കഴിച്ചു. ഞങ്ങൾ മടക്കയാത്രയിലാണ്. അപ്പോൾ തിരിച്ച് സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും നൈറ്റ് ആവും അവിടെ എത്തുമ്പോൾ. അപ്പോൾ നൈറ്റ് കഴിക്കാനുള്ള ഫുഡൊക്കെ പാഴ്സൽ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോയത്. ട്രെയിൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, തിരക്കൊന്നുമില്ലായിരുന്നു, സ്ലീപ്പർ തന്നെയായിരുന്നു. ഞാനും മേളിൽ കയറി കുറച്ച് നേരം കിടന്നു. എനിക്ക് ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരും താഴെ കിടന്നു. കുറച്ച് നേരം കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എറണാകുളത്തി. അപ്പോൾ ഇത്രയുള്ള ഗായ്സ് നമ്മുടെ വീഡിയോ. കുട്ടി വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്ത വ്ളോഗ് കാണാം. ബൈ.